എല്ലാവർക്കും നമസ്കാരം. എയ്സിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ഡിസംബറിൽ ചോദിച്ച എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കറിയാം, വ്യാകരണ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2025 ഡിസംബറിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വുമൺ പരീക്ഷ നടക്കുകയുണ്ടായി. ഏറെ ലളിതമായ വ്യാകരണ ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം ചോദ്യങ്ങളിൽ ട്രിക്കുകളിലൂടെ നമ്മൾ ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത്? ചോദ്യം ഇതാണ്, ഒരിക്കൽ കൂടി. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകത എന്ത്? അനുകൃത്ത്, അനുപ്രയോഗം, പ്രാക് പ്രയോഗം, തദ്ധിതം. 4 ഓപ്ഷനിലുണ്ട്: കൃത്ത്, അനുപ്രയോഗം, പ്രാക് പ്രയോഗം, തദ്ധിതം. അപ്പോൾ ഇതിൽ ഉത്തരമായി വരേണ്ടത് അനുപ്രയോഗം എന്നുള്ളതാണ്. ഉത്തരമായി വരേണ്ടത് അനുപ്രയോഗം എന്നാണ്. എന്താണ് അനുപ്രയോഗം? അപ്പോൾ നോക്കൂ മക്കളെ, നമുക്കറിയാം, പ്രധാന ക്രിയയെ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് പ്രാക് പ്രയോഗം. ഇവിടെ പ്രാക് പ്രയോഗം എന്ന ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. പ്രധാന ക്രിയയെ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് പ്രാക് പ്രയോഗം. നോക്കുക, പ്രധാന ക്രിയയെ വിളിക്കുന്ന ഒരു പേര് മാത്രമാണ് പ്രാക് പ്രയോഗം എന്ന് പറയുന്നത്. പ്രധാന ക്രിയയുടെ അല്ലെങ്കിൽ പ്രാക് പ്രയോഗത്തിൻ്റെ അർത്ഥത്തെയോ രൂപത്തെയോ പരിഷ്കരിക്കാൻ പ്രധാന ക്രിയയോട് ചേർന്നു നിൽക്കുന്ന ക്രിയയെ വിളിക്കുന്ന പേരാണ് അനുപ്രയോഗം. പ്രധാന ക്രിയയുടെ അർത്ഥത്തെയോ രൂപത്തെയോ പരിഷ്കരിക്കാൻ പ്രധാന ക്രിയയോട് ചേർന്നു നിൽക്കുന്ന ക്രിയയാണ് അനുപ്രയോഗം. ഈ ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവളുടെ പേന കളഞ്ഞുപോയി. ഇതിൽ പോയി നമുക്ക് എന്ത് കാര്യം നമുക്ക് പറയാനുള്ളത്? കയ്യിലിരുന്ന പേന കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കളഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ക്രിയ എന്നുള്ളത്. പോയി എന്നുള്ളത് അനുപ്രയോഗമാണ്. ഈ കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മനഃപൂർവ്വം ചെയ്ത ഒരു പ്രവൃത്തിയായി മാറുന്നു. എന്നാൽ കളഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയതാണ് എന്ന് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാന ക്രിയയായ കളഞ്ഞു എന്ന ക്രിയയോട് പോയി എന്നൊരു മറ്റൊരു ക്രിയയുടെ സഹായം നമ്മൾ തേടി. ഈ ക്രിയയെ വിളിക്കുന്ന പേരാണ് അനുപ്രയോഗം. ഒന്നുകൂടി ശ്രദ്ധിക്കാം. പ്രധാന ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കാൻ അല്ലെങ്കിൽ രൂപത്തെ പരിഷ്കരിക്കാൻ പ്രധാന ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ക്രിയ. ഇങ്ങോട്ട് നോക്കൂ മക്കളെ, എല്ലാവർക്കും അറിയാം, കളഞ്ഞു എന്നുള്ളതെത്തുമ്പോൾ ഈ രൂപത്തിലുള്ള വ്യതിയാനം. ഇത് നോക്കൂ, പോയി എന്നുകൂടി വരുമ്പോൾ ഈ രൂപത്തിന് ഒരു മാറ്റം സംഭവിച്ചു. അപ്പോൾ പ്രധാന ക്രിയയുടെ അർത്ഥത്തെയോ രൂപത്തെയോ പരിഷ്കരിക്കാൻ പ്രധാന ക്രിയയോട് ചേർന്നു നിൽക്കുന്ന ക്രിയയെ വിളിക്കുന്ന പേരാണ് അനുപ്രയോഗം. കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇങ്ങോട്ട് നോക്കിയ മക്കളെ, എനിക്കൊരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ അക്കാര്യം എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. ഇതിൽ അറിയിച്ചു കൊള്ളുന്നു എന്നുള്ളതിൽ എനിക്ക് കാര്യം നിങ്ങളെ അറിയിക്കണം എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന കാര്യം. അതിനെ പരിഷ്കരിക്കാൻ വേണ്ടി നമ്മൾ കൊള്ളുന്നു എന്നുള്ള മറ്റൊരു ധാതു കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ പ്രധാന ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കാൻ പ്രധാന ക്രിയയോട് ചേർന്നു നിൽക്കുന്ന ക്രിയ അഥവാ ധാതു അനുപ്രയോഗം. കളഞ്ഞുപോയി എന്നുള്ളതിൽ കളഞ്ഞു എന്നുള്ളത് പ്രാക് പ്രയോഗം അഥവാ പ്രധാന ക്രിയ, പോയി എന്നുള്ളത് അനുപ്രയോഗം. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് കൃത്ത്? ഒന്നുമില്ല, ഒരു ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമത്തെ വിളിക്കുന്ന പേരാണ് കൃത്ത്. ഒരു ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമത്തെ വിളിക്കുന്ന പേരാണ് കൃത്ത്. എന്താണ് ക്രിയ? ഒരു പ്രവൃത്തിയെയോ അവസ്ഥയെയോ കുറിക്കുന്ന ശബ്ദരൂപമാണ് ക്രിയ. ഓടുക, ചാടുക, ഇരിക്കുക, നടക്കുക, പഠിക്കുക, കളിക്കുക എന്നുള്ളത് ക്രിയകളാണ്. മക്കളെ ശ്രദ്ധിക്കുക, ഈ ക്രിയകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നാമമാണ് കൃത്ത് എന്ന് പറയുന്നത്. ഓടുക എന്ന ക്രിയയിൽ നിന്ന് ഓട്ടം എന്നുണ്ടാക്കാം. ചാടുക എന്ന ക്രിയയിൽ നിന്ന് ചാട്ടം എന്നുണ്ടാക്കാം. നമ്മൾ തന്നെ കേൾക്കാറുണ്ട്, അവളുടെ ഒരു ചാട്ടം കണ്ടില്ലേ
എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചാടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാക്കിയ നാമമാണ് ചാട്ടം. ചാട്ടം എന്നുള്ളത് കൃത്താണ്. ശ്രദ്ധിക്കുക, ഒരു ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമമാണ് കൃത്ത്. അപ്പോൾ എന്താണ് പ്രാക്പ്രയോഗം, എന്താണ് അനുപ്രയോഗം, എന്താണ് കൃത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് തദ്ധിതം. എന്താണ് തദ്ധിതം? ശ്രദ്ധിക്കുക, വ്യാകരണ ഭാഗങ്ങൾ പരീക്ഷയ്ക്കകത്ത് വരുന്നു. ഇക്കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ കണ്ട ഒരു ചോദ്യപേപ്പറാണിത്. വളരെ കൃത്യമായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലൂടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പറയുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്കൊരു സർക്കാർ ജോലി സാധിച്ചെടുക്കാം, നേടിയെടുക്കാൻ പറ്റും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. നമ്മൾ വരുന്നു, എന്താണ് തദ്ധിതം? ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാക്കുന്ന നാമത്തെ വിളിക്കുന്ന പേരാണ് തദ്ധിതം. ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാക്കുന്ന നാമത്തെ വിളിക്കുന്ന പേരാണ് തദ്ധിതം. മണ്ടൻ എന്നുള്ളത് ഒരു നാമമാണ്. ഇതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നാമമാണ് മണ്ടത്തം. അപ്പോൾ മണ്ടൻ എന്നുള്ള നാമത്തിൽ നിന്ന് മണ്ടത്തം എന്നുണ്ടാക്കിയപ്പോൾ മണ്ടത്തം എന്നുള്ളത് തദ്ധിതമായി മാറുന്നു. അടിമ എന്നുള്ളത് ഒരു നാമമാണ്, അടിമ. ഇതിൽ നിന്ന് നമുക്ക് അടിമത്തം എന്നുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അടിമത്തം എന്ന് വന്നാൽ അതും തദ്ധിതമാണ്. ഇനി നോക്കൂ മക്കളെ, തെക്കുനിന്ന് വരുന്നവൻ. തെക്കുനിന്ന് വരുന്നവൻ ആരാ? തെക്കൻ എന്ന് നമുക്ക് പറയാം. വടക്കുള്ളവൻ വടക്കൻ. തെക്കുനിന്ന് വരുന്ന കാറ്റ് തെക്കൻ കാറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ തെക്കുനിന്ന് വരുന്നത് തെക്കനാണ്. തെക്കൻ എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ തദ്ധിതമാണ്. അത് ഒരു വിശേഷണത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന നാമമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു നാമത്തിൽ നിന്നോ വിശേഷണത്തിൽ നിന്നോ ഉണ്ടാക്കുന്ന നാമത്തെ വിളിക്കുന്ന പേരാണ് തദ്ധിതം. മണ്ടൻ എന്ന നാമത്തിൽ നിന്ന് മണ്ടത്തം എന്നുണ്ടാക്കിയാൽ മണ്ടത്തം തദ്ധിതമാണ്. തെക്കുനിന്ന് വരുന്നവൻ തെക്കൻ എന്നുണ്ടാക്കിയാൽ തെക്കൻ വിശേഷണത്തിൽ നിന്നുണ്ടാക്കുന്ന തദ്ധിതമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വളരെ ലളിതമായി നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പ്രധാന ക്രിയ കളഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ സഹായിയായി നിൽക്കുന്ന ക്രിയയാണ് പോയി എന്നുള്ളത്. പോയി എന്നുള്ളത് അനുപ്രയോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ ക്ലാസ്സിൽ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗങ്ങളെയാണ് ക്ലാസ് റൂമിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് വളരെ ലളിതമായ ഒന്നാണ് നമ്മൾ കണ്ടത്. സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏത് എന്നാണ് ചോദ്യം. സഖാവ് എന്നതിൻ്റെ സ്ത്രീലിംഗം ഏത്? സഖാവി, സാമന്ത, സഖി, സഹപാഠിനി എന്നാണ്. ഇതിൽ ഉത്തരമായി വരുന്നത് സഖി എന്നാണ്. ഉത്തരമായി വരുന്നത് സഖി എന്നാണ്. സഖാവ് എന്ന പദത്തിൻ്റെ അർത്ഥം തോഴൻ എന്നാണ്. സഖി എന്ന പദത്തിൻ്റെ അർത്ഥം തോഴി എന്നാണ്. സഖാവ്, തോഴൻ, സഖി, തോഴി. എന്നാൽ പൊതുവെ ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ നമ്മൾ വരാറുണ്ട്. സഖാവ് എന്നുള്ളത് സ്ത്രീയെയും നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തോഴൻ, തോഴി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗം. സഖാവ്, സഖി എന്നുള്ളതാണ്. മറ്റേത് സഖാവ്, സഖാ, രണ്ടുപേരെയും സഖാവ് എന്ന് വിളിക്കുന്നിടത്ത് ഒരു സമത്വത്തെയാണ് കാണിക്കുന്നത്. അവിടെ ഒന്നിൻ്റെ തരത്തിലുള്ള വിവേചനങ്ങളില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് സഖാവ് എന്ന് പറയുന്നത്. സ്ത്രീയായാലും പുരുഷനായാലും സഖാവ് എന്ന് പറയുന്നത് സമത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ സഖാവ് എന്ന് പറഞ്ഞാൽ തോഴനാണ്, സഖി എന്ന് പറഞ്ഞാൽ തോഴി എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഏറ്റവും പ്രധാനപ്പെട്ട ലിംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ നമ്മൾ കണ്ടു, യോദ്ധാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏത് എന്നായിരുന്നു ചോദ്യം. യോദ്ധാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും യോദ്രി എന്നാണ്. യോദ്ധാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം യോദ്രി. കണ്ടോ? വളരെ ലളിതമായിട്ട് ഇതെല്ലാം നമ്മൾ ക്ലാസ് റൂമിനകത്ത് ചർച്ച ചെയ്യുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ശൗരി, ശൂരസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തന്നിരിക്കുന്നു. പ്രതിഗ്രായിക തൽപുരുഷൻ, സംബന്ധിക തൽപുരുഷൻ, കർമ്മധാരയൻ, ബഹുബ്രീഹി. ഇതൊക്കെ ഏറെ ട്രിക്കിലൂടെ നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുമായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ക്ലാസ് ഫോളോ ചെയ്ത മത്സരാർത്ഥിയാണെങ്കിൽ ഇവിടെ നമുക്ക് 10 മാർക്കും വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു.
എന്നാൽ വ്യാകരണ ഭാഗങ്ങൾ പഠിക്കാതെ നമ്മൾ വൊക്കാബുലറി പാർട്ട് മാത്രമാണ് പഠിച്ചിരുന്നത് എങ്കിൽ ഇവിടെ അധിക മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് 2 or 3 മാർക്കായി നമ്മുടെ മാർക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം, വൃത്തിയോടുകൂടി പഠിക്കണം. 2026 നല്ലൊരു സർവീസിലേക്ക് നമ്മൾക്ക് കയറണം. അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ മക്കളെ, ഇവിടെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാം. അവൻ, ജനിച്ചവൻ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. അവൻ എന്നോ അവളെന്നോ വിഗ്രഹിക്കുമ്പോൾ കിട്ടിയാൽ അത് ബഹുവ്രീഹി സമാസം ആയിരിക്കും. കണ്ടോ, എത്ര പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. വിഗ്രഹിക്കുമ്പോൾ അവനെന്നോ അവളെന്നോ കിട്ടിക്കഴിഞ്ഞാൽ അത് ബഹുവ്രീഹി സമാസം. എത്രയോ തവണ നമ്മൾ ആവർത്തിക്കുന്നതാണ് അല്ലേ? സൂര്യസേനൻ്റെ വംശത്തിൽ ജനിച്ചവൻ, ജനിച്ചവൻ എന്ന് വന്നു കഴിഞ്ഞാൽ അത് അവൻ എന്നാണ് ബഹുവ്രീഹി. ഇനി നോക്കൂ മക്കളെ, ഇങ്ങനെ ഒരുപാട് നമുക്ക് പറയാം. പീതാംബരൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കില്ലേ? പീതമായ അമ്പരത്തോടു കൂടിയവൻ ആരോ അവൻ. അവിടെ അവൻ എന്ന് നമുക്ക് കിട്ടുന്നു, അത് ബഹുവ്രീഹി സമാസമായി മാറുന്നു. ഇനി നോക്കൂ, സുമുഖി എന്നാണെങ്കിൽ നല്ല മുഖമുള്ളവൾ ആരോ അവൾ അല്ലേ? സുമുഖി എന്നാണ്, നല്ല മുഖമുള്ളവൾ ആരോ അവൾ. അവൾ എന്നോ അവൻ എന്നോ വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് ബഹുവ്രീഹി സമാസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ബഹുവ്രീഹിയാണ്. ഇനി നോക്കി, എന്താണ് പ്രതിഗ്രാഹിക തൽപുരുഷൻ? സമാസം കണ്ടെത്തണമെങ്കിൽ തന്നിരിക്കുന്ന പദത്തെ വിഗ്രഹിക്കണം. വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പദത്തെ വിശദീകരിച്ചെഴുതണം. ഇവിടെ നോക്കൂ മക്കളെ, മരക്കൊമ്പ് അല്ലെങ്കിൽ മരപ്പൊടി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നു മരപ്പൊടി സമാസം ഏത്? അപ്പോൾ സമാസം കണ്ടെത്താൻ തന്നിരിക്കുന്ന പദത്തെ നമ്മൾ വിഗ്രഹിക്കണം, അതായത് വിശദീകരിച്ചെഴുതണം. മരപ്പൊടി വിശദീകരിച്ചാൽ മരത്തിൻ്റെ പൊടി എന്നായി മാറുന്നു, മരത്തിൻ്റെ പൊടി എന്നായി മാറുന്നു. അപ്പോൾ വിഗ്രഹിക്കുന്ന രൂപത്തിൽ ഇൻഡേ എന്നുള്ളൊരു പ്രത്യയം വരുന്നു. അപ്പോൾ അത് ഇൻഡേ ഉഡേ എന്ന് ചേർന്ന് വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് സംബന്ധിക തൽപുരുഷനാണ്, സംബന്ധിക തൽപുരുഷനാണ്. വിഗ്രഹിക്കുമ്പോൾ ഏത് വിഭക്തിയുടെ പ്രത്യയമാണോ വരുന്നത് അതനുസരിച്ച് സമാസം നമുക്ക് കണ്ടെത്താം. നോക്കൂ മക്കളെ, സംബന്ധിക തൽപുരുഷ സമാസം എന്താണ് എന്ന് ചോദിച്ചാൽ വിഗ്രഹിക്കുമ്പോൾ ഇൻഡേ ഉഡേ ചേർന്ന് വരുന്ന സമാസത്തെ വിളിക്കുന്ന പേരാണ് സംബന്ധിക തൽപുരുഷൻ. ഇൻഡേ ഉഡേ ചേർന്ന് വരുന്ന സമാസത്തെ വിളിക്കുന്ന പേര് സംബന്ധിക തൽപുരുഷൻ. മരപ്പൊടി മരത്തിൻ്റെ പൊടി, മരക്കൊമ്പ് മരത്തിൻ്റെ കൊമ്പ്, സ്വാമിപാദം സ്വാമിയുടെ പാദം, ആനവാൽ ആനയുടെ വാൽ. ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ഇൻഡേ ഉഡേ എന്ന് ചേർന്ന് വരുന്ന സമാസം സംബന്ധിക തൽപുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ എ എന്ന പ്രത്യയം ചേർന്ന് വരുന്ന സമാസത്തെ വിളിക്കുന്ന പേരാണ് പ്രതിഗ്രാഹിക തൽപുരുഷൻ. വിഗ്രഹിക്കുമ്പോൾ എ എന്ന പ്രത്യയം ചേർന്ന് വരുന്ന സമാസമാണ് പ്രതിഗ്രാഹിക തൽപുരുഷൻ. നോക്കൂ മക്കളെ, പാക്കുവെട്ടി, പാക്കുവെട്ടി, പാക്കിനെ വെട്ടുന്നത്, പാക്കിനെ വെട്ടുന്നത്, പാക്കുവെട്ടി പാക്കിനെ വെട്ടുന്നത് എന്നായി കഴിഞ്ഞാൽ എ എന്നുള്ള പ്രത്യയം നമുക്ക് കാണാം, അത് പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. ഇനി എന്താണ് കർമ്മധാരയൻ? കർമ്മധാരയൻ ഒരു പണിയില്ല, വിഗ്രഹിക്കുമ്പോൾ ആയ എന്നുള്ളത് ചേർന്ന് വരുന്ന സമാസത്തെ വിളിക്കുന്ന പേരാണ് കർമ്മധാരയൻ. വിഗ്രഹിക്കുമ്പോൾ ആയ എന്ന് ചേർന്ന് വരുന്ന സമാസത്തെ വിളിക്കുന്ന പേരാണ് കർമ്മധാരയൻ. കൊന്നത്തെങ്ങ് വിഗ്രഹിച്ചാൽ കൊന്നയായ തെങ്ങ്. മഞ്ഞക്കിളി മഞ്ഞയായ കിളി. ലളിതഗാനം ലളിതമായ ഗാനം. നീലാകാശം നീലയായ ആകാശം. പീതാംബരം പീതമായ അമ്പരം. ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ ആയ എന്നുള്ളത് ചേർന്ന് വരുന്ന സമാസത്തെ വിളിക്കുന്ന പേരാണ് കർമ്മധാരയ സമാസം. നോക്കുക, പ്രതിഗ്രാഹിക വിഗ്രഹിക്കുമ്പോൾ എ എന്ന പ്രത്യയം ചേർന്ന് വരുന്നത്, സംബന്ധിക വിഗ്രഹിക്കുമ്പോൾ ഇൻഡേയുടെ ചേർന്ന് വരുന്നത്, കർമ്മധാരയൻ വിഗ്രഹിക്കുമ്പോൾ ആയ ചേർന്ന് വരുന്നത്, ബഹുവ്രീഹി വിഗ്രഹിക്കുമ്പോൾ അവനെന്നോ അവളെന്നോ കിട്ടുന്നത് ബഹുവ്രീഹി. എത്ര പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്?
പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു SCERT വളരെ കൃത്യതയോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മാർക്ക് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പര്യായം, അതുപോലെ അർത്ഥങ്ങൾ, അതുപോലെയുള്ള രൂപങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്ന് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊക്കെ SCERTയിൽ നിന്നാണ്. അപ്പോൾ ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം ബുദ്ധിയില്ലാത്ത എന്നുള്ളതാണ്. അക്രതു എന്ന പദത്തിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ബുദ്ധിയില്ലാത്ത. ഓപ്ഷനിൽ വളവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ആകൃതിയില്ലാത്ത, ഭംഗിയില്ലാത്ത എന്നുണ്ട്. അക്രതു ബുദ്ധിയില്ലാത്ത. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ് എന്നാണ് ചോദ്യം. പ്രത്യുൽപ്പന്നമതി, പ്രത്യക്ഷവാദി, പ്രത്യർത്ഥി, പ്രത്യുൽഗമനീയ എന്നാണ് 4 ഓപ്ഷൻ തന്നിരുന്നത്. ഇതും നമ്മുടെ ക്ലാസ്സിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം പ്രത്യുൽപ്പന്നമതി എന്നാണ്. പ്രത്യുൽപ്പന്നമതി എന്നാണ് അർത്ഥം. ഓക്കെ, ഒറ്റപ്പദം. അപ്പോൾ ഒറ്റപ്പദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം പരീക്ഷയ്ക്കകത്ത് കടന്നു വരാറുണ്ട്. കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് കൃത്യമായി നമ്മൾ ക്ലാസ്സിൽ പറയാറുണ്ട്. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം പ്രത്യുൽപ്പന്നമതി. അടുത്തത് ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്? 4 തുനിഞ്ഞു നടക്കുക, 2 അറ്റ വേല, മാരീചവിദ്യ, കടലാസ് പുലി. ഈ ചോദ്യം വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. മക്കളെ നോക്കൂ, ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുക. ഇതിൽ ബാഹ്യത്തിൽ നോട്ടത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കരുത്ത് തോന്നിക്കുന്നത് ഇതിലെന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും പുലിയാണ്. പുലി കരുത്തനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഉത്തരമായി വരുന്നത് കടലാസ് പുലി എന്നാണ്. നോക്കിയ മക്കളെ, ബാഹ്യമായി കരുത്തുറ്റതാണ്, എന്നാൽ നിരുപദ്രവകാരിയാണ്. എന്തുകൊണ്ട്? പുലി എവിടെ നിൽക്കുന്നത്? കടലാസിലാണ്. കടലാസിലുള്ള പുലിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മനസ്സിലാക്കുക, ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലിയാണ് കടലാസ് പുലി എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ജനം എന്ന് എഴുതി ജനം എന്ന് ഉച്ചരിക്കുന്നു എന്തുകൊണ്ട് എന്നാണ്. മൃദു, വ്യഞ്ജനം, ഔദാസീന്യ ന്യായം, ദൃഢം എന്നാണ് 4 ഓപ്ഷനിൽ വരുന്നത്. ജനം എന്നെഴുതി ജനം എന്നുച്ചരിക്കുന്നു എന്തുകൊണ്ട്? മക്കളെ, ഇതിനുത്തരമായി വരുന്നത് ഔദാസീന്യ ന്യായം എന്നുള്ളതാണ്. ഔദാസീന്യ ന്യായം. എന്താണ് ഔദാസീന്യ ന്യായം? യകാരം ഇല്ലാത്തിടത്ത് എ എന്നുള്ള എ ഇല്ലാത്തിടത്ത് എ കൂട്ടി നമ്മൾ ഉച്ചരിക്കുന്നു. എഴുതുമ്പോൾ എകാരം ഉണ്ടാവില്ല, ഉച്ചരിക്കുമ്പോൾ എകാരം ചേർത്ത് നമ്മൾ ഉച്ചരിക്കും, പറയുന്നു. അപ്പോൾ ഇത്തരം പദങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔദാസീന്യ ന്യായം എന്നുള്ളത്. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ദയ എന്ന് ഇങ്ങനെ എഴുതാറുണ്ട്, പക്ഷേ നമ്മൾ പറയുമ്പോൾ ദയ എന്നാണ് നമ്മൾ പറയുന്നത്. ദയ, അവിടെ ഒരു യകാരം ചേർത്ത് നമ്മൾ ഉച്ചരിക്കാറുണ്ട്. കണ്ടോ? ഇനി ശ്രദ്ധ എന്നാണ് പദം. ശ്രദ്ധ, ഇതിനെ നമ്മൾ ശ്രദ്ധ എന്നാക്കി ഉച്ചരിക്കാറുണ്ട്. ഉണ്ടോ? യകാരം ചേർത്ത് ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ദോഷത്തെയാണ് ഔദാസീന്യ ന്യായം എന്ന് പറയുന്നത്. എ എന്ന സ്വരം ഇല്ലാത്തിടത്ത് യകാരം ചേർത്ത് ഉച്ചരിക്കുന്നു. ഈ ദോഷത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔദാസീന്യ ന്യായം. ഇനി എന്താണ് മൃദു? മൃദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരമാലയിൽ ക, ക, ഗ മൂന്നാമത് വരുന്ന അക്ഷരത്തെയാണ് നമ്മൾ മൃദു എന്ന് വിളിക്കുന്നത്. കവർഗത്തിലും ചവർഗത്തിലും ടവർഗത്തിലും ഒക്കെ മൂന്നാമത് വരുന്ന അക്ഷരങ്ങളെ വിളിക്കുന്ന പേരാണ് മൃദു എന്ന് പറയുന്നത്.
അക്ഷരമാലയുമായി ബന്ധപ്പെട്ടാണ്. അടുത്തത് വ്യഞ്ജനം എന്നുള്ളതാണ്. വ്യഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഞ്ജനാക്ഷരം ക മുതൽ റാ വരെയുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ വ്യഞ്ജനം എന്ന് വിളിക്കുന്നത്. ദൃഢം എന്ന് പറയുന്നത് കവർഗത്തിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് കേരള പണിയം: ഗരാതി ഗരമൂഷ്മാവും മൃദുഘോഷങ്ങളും ദൃഢം. ഗരാതി ഗരമൂഷ്മാവും മൃദുഘോഷങ്ങളും ദൃഢം. അപ്പോൾ ഗരം നമ്മൾ ക ക ഗ ഘ ങ ഈ അഞ്ചാമത്തെ അക്ഷരം ഒഴികെ, ങ എന്നുള്ള അനുനാസികം ഒഴികെ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം തന്നെ ദൃഢമാണ് എന്നാണ് പറയുന്നത്. ഗരം, അതിഗരം, മൃദു, ഘോഷം. ഗരാതി ഗരമൂഷ്മാവും മൃദുഘോഷങ്ങളും ദൃഢം എന്നാണ്. ഊഷ്മാക്കൾ എന്ന് പറഞ്ഞാൽ ശ ഷ സ. ശ ഷ സ ഇതും മൃദുവാണ്, ദൃഢമാണ് എന്നാണ് പറയുന്നത്. ദൃഢം ശ ഷ സ എന്നുള്ള അക്ഷരങ്ങളും ദൃഢങ്ങളാണ്. അപ്പോൾ ഇതിൽ ഉത്തരമായി വരുന്നത് ഔദാസീന്യ ന്യായം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഈ വാക്യത്തിലെ വിഭക്തി ഏത്? എ സംബന്ധിക വിഭക്തി, സമാസ വിഭക്തി, സംയോജിക വിഭക്തി, മിശ്ര വിഭക്തി. മക്കളെ, ഡ്രൈവറുടെ അശ്രദ്ധ മൂലം കണ്ടോ, വളരെ പെട്ടെന്ന് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. മക്കളെ, നാമപദത്തോട് മൂലം നിമിത്തം, നാമപദത്തോട് ഏതാ വരിക? മൂലം നിമിത്തം. നാമപദത്തോട് രണ്ട് പദങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് മൂലം, മറ്റൊന്ന് നിമിത്തം. ഈ രണ്ട് പദങ്ങളിൽ ഏതെങ്കിലും ഒരു നാമപദത്തോട് ചേരുന്നുണ്ടെങ്കിൽ അത്തരം വിഭക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമാസ വിഭക്തി. അപ്പോൾ ഇവിടെ അശ്രദ്ധമൂലം എന്നാണ്, അശ്രദ്ധമൂലം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തരമായി വരേണ്ടത് സമാസ വിഭക്തി. ഏതാണ്? സമാസ വിഭക്തി. ഇനി ചോദ്യകർത്താവ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു, ഇവിടെ ഒരു അടിവര നൽകേണ്ടിയിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു. ഇതിൽ വിഭക്തി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം സമാസ വിഭക്തി എന്നാണ്. അപ്പോൾ നാമത്തോടുകൂടി മൂലം, നിമിത്തം എന്നിവ ചേർന്ന് വരുന്ന വിഭക്തിയാണ് സമാസ വിഭക്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ: കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മൂലകിൽ സുലഭം. അല്ലേ? എന്താണ് കനകം? അല്ലേ? കനകം മൂലം, കനകം മൂലം കാമിനി മൂലം. അപ്പോൾ കനകം മൂലം ഏത് വിഭക്തിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സമാസ വിഭക്തിയാണ്. കാമിനി മൂലം, കാമിനി എന്ന് കഴിഞ്ഞിട്ട് മൂലം എന്നുള്ളത് ഒന്ന് വരുന്നു, അതുകൊണ്ട് സമാസ വിഭക്തിയാണ്. ഇനി നോക്കൂ മക്കളെ, മഴ നിമിത്തം എനിക്ക് അവിടെ പോവാൻ സാധിച്ചില്ല. മഴ നിമിത്തം എനിക്ക് അവിടെ പോവാൻ സാധിച്ചില്ല. അപ്പോൾ മഴ നിമിത്തം അടിവരയിട്ടു വിഭക്തി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയണം? സമാസ വിഭക്തിയാണ്. കണ്ടോ, എത്ര പെട്ടെന്ന് നമ്മൾക്ക് ഒരു മാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ 1ാം റാങ്കിലേക്ക് എത്തും. റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ മലയാളം ഈ പരീക്ഷയ്ക്കകത്ത് ധാരാളമായി കടന്നു വന്നു. അപ്പോൾ ഇനി എന്താണ് സംബന്ധിക വിഭക്തി? മക്കളെ, സംബന്ധിക വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമപദങ്ങളോടുകൂടി ന്റെ, ഉടെ, നാമപദങ്ങളോടുകൂടി ന്റെ, ഉടെ എന്നിവ ചേർന്ന് വരുന്ന വിഭക്തിയാണ് സംബന്ധിക വിഭക്തി. രാമൻ എന്നുള്ള നാമത്തോടു കൂടി ന്റെ ചേരുമ്പോൾ രാമൻ്റെ, സീത എന്നുള്ള നാമത്തോടു കൂടി ഉടെ ചേർന്നാൽ സീതയുടെ, അവളുടെ, അമ്മയുടെ, അച്ഛൻ്റെ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഏതിലെ മക്കളെ വരിക? സംബന്ധിക വിഭക്തിയിലാണ്. ഇനി സംയോജിക, നാമപദങ്ങളോട് ഓട് എന്ന് ചേർന്ന് വന്നാൽ സംയോജിക വിഭക്തിയായി. നാമപദങ്ങളോട് ഓട്, നാമപദങ്ങളോട് ഓട് എന്ന് വന്നു കഴിഞ്ഞാൽ സംയോജിക വിഭക്തിയായി. പറയൂ അല്ലേ? നോക്കിയേ, രാമനോട്, സീതയോട്, അമ്മയോട്, അവളോട്, അധ്യാപകനോട് എന്നൊക്കെ വന്നാൽ ഏതാ വിഭക്തി? സംയോജിക. അപ്പോൾ ഓട് വന്നാൽ സംയോജിക.
എന്താണ്? മിശ്ര വിഭക്തി. അടുത്തതാണ് മക്കളെ മറ്റൊന്ന് മിശ്ര വിഭക്തി. എന്താണ് മിശ്ര വിഭക്തി? ശ്രദ്ധിച്ചോളൂ. മിശ്ര വിഭക്തി എന്ന് പറഞ്ഞാൽ ഒരു വിഭക്തി പ്രത്യയം കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് ഗതി കൂടി വരുന്നതാണ് മിശ്ര വിഭക്തി. രണ്ട് പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അവയ്ക്കിടയിൽ ചേർക്കുന്ന ശബ്ദരൂപത്തെയാണ് ഗതി എന്ന് വിളിക്കുന്നത്. വടികൊണ്ടടിച്ചു എന്നുള്ളതിലെ ഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ നമ്മൾ പറയേണ്ടത്? കൊണ്ട് എന്നുള്ളതാണ്. വടി എന്ന നാമപദത്തെ അടിച്ചു എന്ന ക്രിയാപദവുമായി ബന്ധിപ്പിക്കുന്നതാണ് കൊണ്ട് എന്നുള്ളത്. അപ്പോൾ കൊണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഗതിയാണ്. നോക്കൂ മക്കളെ, വീട്ടിൽ നിന്നിറങ്ങി, വീട് ഇറങ്ങി എന്ന പദത്തെ ബന്ധിപ്പിക്കുകയാണ് നിന്ന് എന്നുള്ള ഗതി. അപ്പോൾ രണ്ട് പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അവയ്ക്കിടയിൽ ചേർക്കുന്ന ശബ്ദരൂപത്തെയാണ് ഗതി എന്ന് വിളിക്കുന്നത്. ഒരു വിഭക്തി പ്രത്യയം കഴിഞ്ഞ് ഗതി വന്നു കഴിഞ്ഞാൽ അത്തരം വിഭക്തികളെ വിളിക്കുന്ന പേരാണ് മിശ്ര വിഭക്തി. അടുത്ത പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം മിശ്ര വിഭക്തി. ഇങ്ങോട്ട് നോക്കൂ മക്കളെ, ഇവിടെ നമ്മളൊന്ന് എഴുതുകയാണ് മരത്തിൽ നിന്ന് വീണു. കണ്ടോ? മരത്തിൽ നിന്ന് വീണു. ഇവിടെ നോക്കിയേ, ചെറിയൊരു എക്സാമ്പിള്. മരത്തിൽ നിന്ന് വീണു. ഇനി അടിവര ഇടാണ് മരത്തിൽ നിന്ന് ഏത് വിഭക്തിയാണ് എന്ന് ചോദിച്ചാൽ അത് മിശ്ര വിഭക്തിയാണ്. മരത്തിൽ എന്ന് വന്നപ്പോൾ ആധാരിക വിഭക്തിയുടെ പ്രത്യയമായ ഇൽ എന്ന പ്രത്യയം വന്നു. മരത്തിൽ എന്ന് വന്നപ്പോൾ ആധാരിക വിഭക്തിയുടെ പ്രത്യയമായ ഇൽ വന്നു. ശേഷം നിന്ന് എന്നുള്ള ഒരു ഗതി വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മരത്തിൽ നിന്ന് എന്നുള്ളത് ഏത് വിഭക്തിയാണ് എന്ന് ചോദിച്ചാൽ അത് സമാസ വിഭക്തി ആയിരിക്കും. ഒരു വിഭക്തി പ്രത്യയം കഴിഞ്ഞ് ഗതി ചേർന്ന് വരിക. ഇങ്ങോട്ട് നോക്കൂ മക്കളെ, അയാളെ പറ്റി പറഞ്ഞു. അയാളെ എന്നുള്ളിടത്ത് യകാരം എന്നുള്ള എന്നുള്ള പ്രതിഗ്രായികയുടെ പ്രത്യയവും പറ്റി എന്നുള്ള ഗതിയും വരുന്നു. അപ്പോൾ അയാളെ പറ്റി എന്നുള്ളത് മിശ്ര വിഭക്തിയാണ്. ഇനി നോക്കൂ, പുത്രനോട് കൂടെ വരുന്നു. പുത്രൻ എന്നുള്ള നാമത്തോടു കൂടി ഓട് എന്ന സംയോജിക വിഭക്തിയുടെ പ്രത്യയം ചേരുന്നു. കൂടാതെ കൂടെ എന്നുള്ള ഒരു ശബ്ദവും ചേരുന്നു, ഗതിയും ചേരുന്നു. അപ്പോൾ പുത്രനോട് കൂടെ വരുന്നു എന്നുള്ളത് ഏത് വിഭക്തിയാണ്? മിശ്ര വിഭക്തിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ഡ്രൈവറുടെ അശ്രദ്ധ മൂലം തീവണ്ടി മറിഞ്ഞു എന്നുള്ളിടത്ത് അശ്രദ്ധ എന്നുള്ള നാമത്തോടു കൂടി മൂലം എന്ന് വന്നിരിക്കുന്നതിനാൽ ഇത് സമാസ വിഭക്തി ആയിരിക്കും. മൂലത്തെ കൂടാതെ നിമിത്തം എന്നുള്ളത് കൂടി വന്നു കഴിഞ്ഞാൽ അതും സമാസ വിഭക്തിയാണ്. മഴ നിമിത്തം, പനി നിമിത്തം, കനകം മൂലം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സമാസ വിഭക്തി. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ മക്കളെ, വളരെ ലളിതമായൊരു ചോദ്യമായിരുന്നു ഇത് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഇതൊക്കെ ക്ലാസ്സിൽ പലതവണ നമ്മൾ ആവർത്തിക്കപ്പെട്ടതാണ്. ഐഹികം ഇഹലോകത്തെ സംബന്ധിച്ചത് എന്നാണ്. അപ്പോൾ പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം അല്ലേ? ഐഹികം ഇഹലോകത്തെ സംബന്ധിച്ചത് പാരത്രികം, പരലോകത്തെ സംബന്ധിച്ചത് ഐഹികത്തിലേക്കത വലിച്ചു തീക്ഷണാൽ എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ സംബന്ധിച്ചത്, പാരത്രികം എന്ന് വന്നാൽ പരലോകത്തെ സംബന്ധിച്ചത്. അപ്പോൾ ഐഹികം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് എന്ന് ചോദിച്ചാൽ പാരത്രികം. അടുത്ത ചോദ്യം വരുന്നു, ശരിയായ പദം ഏത്? ഇതും പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് നമ്മളെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ധാരാളം തവണ. ശരിയായ പദം ഏത്? അഭ്യസ്തവിദ്യൻ, 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 അഭ്യസ്തവിദ്യൻ എന്ന 4 ഓപ്ഷനാണ്. ശരിയായി വരേണ്ടത് ബി ഓപ്ഷനാണ്, അഭ്യസ്ത വിദ്യൻ. അഭ്യസ്ത വിദ്യൻ, അസ്തപ്രജ്ഞൻ, രോഗഗ്രസ്തൻ എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പദശുദ്ധിയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പദശുദ്ധികൾ ആറ്റിക്കുറുക്കി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് മാത്രമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്കകത്ത് നമ്മൾ കാണുന്നു. അപ്പോൾ
വൃത്തിയായിട്ട് നമ്മൾ കൃത്യമായ ഒരു പരിശീലനത്തിലൂടെ പഠിച്ചു പോയാൽ വളരെ വേഗത്തിൽ നമുക്കൊരു സർക്കാർ ജോലി വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും കേൾക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ ഒരു പ്രയാസമായി തോന്നുന്നത്. അപ്പോൾ വ്യാകരണ ഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു മലയാളം പഠന രീതി ഇനി നമുക്കൊരിക്കലും സാധിക്കില്ല. അപ്പോൾ വ്യാകരണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും തയ്യാറാവേണ്ടത്. അപ്പോൾ വിവിധ പരീക്ഷകൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞു. VFA, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, CPO, WCPO തുടങ്ങി വിവിധ പരീക്ഷകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നിങ്ങളത് അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നല്ല രീതിയിൽ നമ്മൾ തയ്യാറാവണം. നന്നായിട്ടിരുന്ന് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾക്ക് എല്ലാ ക്ലാസ്സുകളും ഇവിടെ ലഭ്യമാണ്. എയ്സിൽ എല്ലാ ക്ലാസ്സുകളും ഓൺലൈനും ഓഫ്ലൈനും ലഭ്യമാണ്. കൃത്യമായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും ഒരിക്കലും നമുക്ക് നടക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ടാവും. ആ ജോലിക്ക് പിറകിലായിട്ട് നമ്മൾ യാത്ര ചെയ്യുകയും ചെയ്യും. നമ്മൾ കൃത്യമായി പഠിക്കില്ല. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു 6 മാസത്തെ ചിട്ടയായ പരിശീലനം നല്ലൊരു ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ, അതിന് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അടുത്ത പുതിയ ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.